പാലക്കാട് എലപ്പുള്ളിയിൽ സർക്കാർ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് ഭൂഗർഭ ജലനിരയിൽ ക്രിട്ടിക്കലെന്ന് രേഖപ്പെടുത്തിയ പ്രദേശത്ത്. മദ്യനിർമ്മാണശാല വരുന്നതിന് തൊട്ടടുത്തുള്ള പ്രദേശത്ത് ഭൂഗർഭ ജലനിരപ്പ് ഓവർ എക്സ്പ്ലോയിറ്റഡ് എന്നും സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ജനം TV പുറത്ത് വിടുന്നു. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കാനുള്ള നീക്കങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ പ്രദേശത്ത് എന്തുകൊണ്ട് മദ്യനിർമ്മാണശാല അനുവദിച്ചുകൂടാ എന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയാണ് ജനം TV. സർക്കാർ സ്വകാര്യ കമ്പനിക്ക് മദ്യം നിർമ്മിക്കാൻ അനുമതി നൽകിയിരിക്കുന്ന മലമ്പുഴ ബ്ലോക്കിൽ ഭൂഗർഭ ജലനിരപ്പ് ക്രിട്ടിക്കൽ എന്നാണ് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രദേശത്തിന് തൊട്ടടുത്തുള്ള ചിറ്റൂർ ബ്ലോക്കിലാണെങ്കിൽ ഭൂഗർഭ ജലനിരപ്പ് ഓവർ എക്സ്പ്ലോയിറ്റഡ് എന്നും സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ രണ്ട് മേഖലയിലും ജലം ഊറ്റിക്കുടിക്കുന്ന കമ്പനികൾ വന്നാൽ പ്രദേശത്തെ ആകെ ബാധിക്കുമെന്ന് സാരം. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖല വരൾച്ചാ ബാധിത പ്രദേശമാണ് എന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിൻ്റെ പഠനപ്രകാരം പാലക്കാട് ജില്ലയിൽ ഗുരുതരാവസ്ഥയിൽ ജലചൂഷണമുള്ള, ഗുരുതരാവസ്ഥയിൽ ഭൂഗർഭജലത്തിൻ്റെ നിരക്ക് കുറയുന്ന രണ്ട് പ്രദേശങ്ങളിലൊന്നാണ് മലമ്പുഴ ബ്ലോക്കും ചിറ്റൂർ ബ്ലോക്കും. ആ മലമ്പുഴ ബ്ലോക്കിലാണ് ഈ എലപ്പുള്ളി പഞ്ചായത്ത് ഉൾപ്പെടുന്നത്. ഗുരുതരമായ ജലചൂഷണമുള്ള, ഗുരുതരമായിട്ടുള്ള ജല ദൗർലഭ്യതയുള്ള, കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശത്ത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പ്രതിദിനം മദ്യോൽപാദനത്തിന് ആവശ്യമായി വരാവുന്ന ഒരു കമ്പനിക്ക് സംസ്ഥാന സർക്കാർ അനുമതി കൊടുത്തിട്ടുള്ളത് ജനദ്രോഹപരമാണ്, മനുഷ്യാവകാശ വിരുദ്ധമാണ്. സർക്കാർ ആ ഉത്തരവ് പിൻവലിക്കാൻ തയ്യാറാകണം. എലപ്പുള്ളിയെ മരുഭൂമിയാക്കുന്ന തരത്തിലുള്ള നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകരുത്. 2013 തന്നെ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് ഇൻഫർമേഷൻ ബുക്ക്ലെറ്റിൽ ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നിരിക്കെയാണ് ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് സർക്കാർ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ഭൂഗർഭ ജലനിരപ്പ് അപകടകരമായ രീതിയിലുള്ള ഇടത്ത് എങ്ങനെ മദ്യനിർമ്മാണശാലയ്ക്ക് സർക്കാർ അനുമതി നൽകി എന്നുള്ളത് പ്രധാന ചോദ്യമാണ്. ഒപ്പം വിഷയത്തിൽ വകുപ്പ് മന്ത്രിക്കുൾപ്പെടെ എന്താണ് പറയാനുള്ളതെന്നതും അറിയേണ്ടതുണ്ട്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. എലത്തൂരിലെ മദ്യനിർമ്മാണശാലയെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾക്കാണ് സർക്കാർ ഉത്തരം പറയേണ്ടതുള്ളത്. ഏതായാലും നേരത്തെ ഒരു ചോദ്യം നമ്മുടെ റിപ്പോർട്ടർ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് ഉത്തരമൊന്നുമില്ല. ഭൂഗർഭമുള്ള സ്ഥലത്ത് എന്തിനിങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുവെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിയമങ്ങൾ അനുശാസിച്ചുകൊണ്ടാണ് നടത്തുന്നതെന്ന്. പക്ഷേ ഈ നിയമങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിയാണ് നടത്തുന്നതെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് അടക്കം അറിയാം.